വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വെയിലത്ത് നിന്നൊന്ന് മാറിക്കട്ടെ, എന്നിട്ട് കഥ പറയാം. ഞാൻ മറന്നു കേട്ടോ. എന്താ പറയുക, കുറേ പേര് ഈ ഷോർട്സിലൊക്കെ കാണിക്കുന്ന സമയത്ത് സ്വന്തം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അമ്മ ചായ എടുത്ത് കൊടുക്കുന്നു, ഇങ്ങനെ മോള് കസാരയിൽ കിടക്കുന്നു, അങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ അടുത്ത്? പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. കാരണം ഞാനാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അവളായിക്കോട്ടെ, അവളിവിടുത്തെ മരുമോളാണ്, പക്ഷെ മോളായിട്ട് തന്നെയാണ് കേട്ടോ കാണുന്നത്. പക്ഷേ എന്നാലും നമുക്കിപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ മോളാണ്, ഞാനിവിടെ കസാരയിൽ കിടക്കുക, അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ. ഇവിടെ എല്ലാ പണിയും ഞാൻ ചത്ത് കിടന്ന് ചെയ്യാറുണ്ട്, ഉള്ള പണികൾ കേട്ടോ. ചത്ത് കിടന്നല്ല ഇവിടെ അത്ര പണിയുള്ളൂ, എന്നാലും ഉള്ള പണികളൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ ഈ ഷോർട്സിലൊക്കെ കാണുന്ന രീതിക്കുള്ള പണികളൊന്നും അല്ല കേട്ടോ ഇവിടെ. കാരണം നമ്മളിവിടെ കിടക്കുക, ഒരാൾ കൊണ്ടും ചായ തരിക, അങ്ങനത്തെ ഒന്നും അല്ല. ഷോർട്സിൽ ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇട്ടിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ പോലെ ഇങ്ങനെയാണ്, എൻ്റെ വീട്ടിൽ പോലെ ഇങ്ങനെയാണ്. പക്ഷെ ഞാനിപ്പോൾ ചിന്തിച്ചു, എന്നെപ്പോലെ ആരും ഇല്ലേ, ഇനിയിപ്പോൾ എൻ്റെ അതേ ഇതുള്ള ആരും ഇല്ലേ എന്ന് ചിന്തിച്ചിട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങളുടെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ കാലിന് മേലെ കാലും കയറ്റി ചിരിക്കുകയാണോ, അല്ലെങ്കിൽ കിടക്കുകയാണോ? നിങ്ങളുടെ വീട്ടിൽ അവർ പോയി കഴിയുമ്പോൾ സ്വന്തം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പണിയെടുക്കും, നമ്മുടെ സ്വന്തം വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ പണിയൊന്നും എടുക്കാതെ നമുക്ക് അമ്മയും അച്ഛനും കൊണ്ട് തരുന്നത് ഇതൊന്നിങ്ങനെ ഇരിക്കുകയാണോ എന്നുള്ളതൊന്ന് പറയണേ. പക്ഷെ അത് തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നെപ്പോലെ ഉള്ളതെന്ന് എനിക്കങ്ങനെ തോന്നാറില്ല കേട്ടോ. ഇനിയിപ്പോൾ അവർ ചെയ്യുകയാണെങ്കിൽ എനിക്കിങ്ങനെ നോക്കിയിരിക്കാൻ തോന്നില്ല. മമ്മി ചെയ്യുകയാണെങ്കിൽ ഞാൻ കറി വെക്കുകയാണെങ്കിൽ പോലും എനിക്കങ്ങനെ കറി വെക്കാനുള്ളത് അത്ര വലിയൊരു എക്സ്പേർട്ട് ഇല്ല. അതുകൊണ്ട് തന്നെ കറി വെക്കുകയാണെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ അരിഞ്ഞു കൊടുക്കാനെങ്കിലും പോകും. എനിക്കങ്ങനെ ഇരിക്കുമ്പോൾ എന്താ പോലെയാണ്, നമ്മൾ ഈ ഇരുന്നിട്ട് ബാക്കിയുള്ളവർ പണിയെടുക്കുമ്പോൾ എനിക്ക് എന്താ പോലെയാണ്. മമ്മിയാണെങ്കിൽ ശരി, ആരായാലും ശരി കേട്ടോ, ഞാൻ എവിടെ പോലും പണിയൊക്കെ എടുത്തു കൊടുക്കും. പിന്നെ അത് കുറ്റമല്ല, ഇപ്പോൾ എല്ലാ വീട്ടിലും ഒരുപോലെ ആവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവരുണ്ടോ? ഞാൻ കമൻ്റ് ഇടുന്നത് കാണുമ്പോൾ ഞാൻ എനിക്ക് ശരി, ഞാൻ മാത്രമേ ഇങ്ങനെയുള്ളൂ, എനിക്ക് മാത്രമേ ഇങ്ങനെയുള്ളൂ, ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയണം. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടാണല്ലേ, കെട്ടിച്ചു വിട്ട വീടാണെങ്കിലും ഈ വീടാണെങ്കിലും ഒക്കെ നമ്മുടെ വീട് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ. പിന്നെ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വീട്ടിൽ പോയി നിൽക്കാമല്ലോ, അങ്ങനത്തെ ഒരു ചിന്ത. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പം അവിടെ മിസ് ചെയ്യുന്നല്ല, കണ്ണനില്ലാതെ നിൽക്കുമ്പോൾ എന്താ പോലെയാണ്. ആദ്യം വിചാരിക്കാം ഒന്ന് പോയാൽ മതിയായിരുന്നു എന്ന്. പക്ഷെ ഇവിടെ വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ കണ്ണനില്ലാണ്ട് എന്തോ പോലെ. കാരണം എൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 3 പേരുള്ളൊരു ലൈഫാണ്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെയാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്, അതങ്ങനെ. അപ്പോൾ രണ്ട് ഇതായതുകൊണ്ട് തന്നെ കണ്ണനെയും മിസ് ചെയ്യും, അവിടുത്തെ ഇതും മിസ് ചെയ്യും. അതുപോലെ ഇവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളും ഇഷ്ടമാണ്. പക്ഷേ രണ്ടും ഇഷ്ടമാണ്, എന്ത് ചെയ്യാൻ പറ്റും, 2 സ്ഥലത്തായിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാനൊന്നുമില്ല, ഞാൻ ചെറിയൊരു എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ എന്താ നോക്കുന്നത്, അവിടെ അച്ചൂട്ടൻ ടി വിയിൽ കാർട്ടൂൺ കാണുന്നുണ്ട്. ടി വിയിൽ മറ്റേ ബാലവീർ എന്തോ കാണാൻ കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് എന്തെങ്കിലും വരാനുള്ള ചാൻസ് ഉണ്ട് അതിൻ്റെ സൗണ്ടും കൊണ്ട്. ചിലപ്പോൾ എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വേറെ വന്നിരുന്ന് പറയാമെന്ന്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. എന്താന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം ഞാൻ കുറേ 2-3 ചെറിയ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്. പക്ഷേ എങ്കിൽ അതൊന്നും ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. പിന്നെ ചെയ്തിട്ട് കാര്യം തോന്നില്ല കേട്ടോ. അങ്ങനെ ഷോർട്സ് കുറേ ഇടുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഷോർട്സ് ഇടുന്നതുകൊണ്ട് തന്നെ ലോങ് വീഡിയോ അവിടെ സ്റ്റക്കായി പോവാണ്, തീരെ വ്യൂസ് കയറുന്നില്ല. എനിക്കൊരു 100 വ്യൂസ് കിട്ടിയാലും എനിക്ക് സന്തോഷമാണ് കേട്ടോ. പക്ഷെ ഇപ്പം അത്ര പോലും കിട്ടുന്നില്ല, എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ഇതെന്ത് ഇത്ര ലൈറ്റ് എന്ന് എനിക്ക് അറിയുന്നില്ല. അതെന്ത് ഇത്ര ലൈറ്റ് അറിയില്ല. ചിലപ്പോൾ ഇതിൻ്റെ ആയിരിക്കും ഇത്ര ഭയങ്കര ലൈറ്റ്, ഭയങ്കര കളറ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് വീഡിയോ എനിക്ക് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പറ്റുന്നില്ല കേട്ടോ, ലോങ് വീഡിയോ ഇടാനുള്ളൊരു ഇത് കിട്ടുന്നില്ല. പിന്നെ ഇവിടെ വന്നാൽ തീരെ റേഞ്ചൊന്നുമില്ല. ഞാൻ ഇവിടെയാണ് ഉള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസമൊക്കെ ആയി, 2-3 ദിവസമായി. പക്ഷേ ഇവിടെ എൻ്റെ മെയിനായിട്ടുള്ള ആളില്ല. കാരണം എൻ്റെ അനിയൻ്റെ മോൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് കളിക്കാനുള്ള ആളിവിടെ ഇല്ല കേട്ടോ. അച്ചോടിന് കളിക്കാനുള്ള ആളില്ല. ഇനിയിപ്പോൾ അവൾ വരും മറ്റന്നാൾ. അപ്പോൾ ഇനി ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഇടാനുണ്ട്, അതൊന്നും ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. പിന്നെ ഞാനിവിടെ എന്തായാലും 1 മാസത്തോളം ഉണ്ടാവും. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കാണിച്ചു ഭയങ്കര ഇഷ്ടം. ഇവിടെ വരുമ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ ആദ്യമൊക്കെ എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കാറ്റ് അങ്ങനത്തെ അതൊന്നും അത്ര വലിയ കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവിടെ ആ റൂമിൻ്റെ ഉള്ളിൽ 4 ചുമരിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇങ്ങോട്ട് വരുമ്പം ഭയങ്കര ഒരു കാമാൻ
എന്താ പറയുക അങ്ങനത്തെ ഒരു സംഭവം കേട്ടോ. ഇവിടെ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഈ കിളീൻ്റെ സൗണ്ടും പൂക്കൾ കാണുമ്പോഴും അതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക രസം. അച്ചൂട്ട ഇവിടെ ഉണ്ടായിരുന്നു. അച്ചൂട്ടാ അവനവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഇവിടെ സൂക്ഷിക്കണം, കാരണം റോഡും അതുപോലെ തന്നെ കള്ളന്മാരുടെ ശല്യമൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല സൂക്ഷിക്കണം. പിന്നെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു മമ്മി. അപ്പോൾ അതൊക്കെ നോക്കിയാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം നമ്മളറിയില്ല എവിടെയെങ്കിലും എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ എന്തൊക്കെയോ പറയണമെന്ന് വെച്ച് തുടങ്ങിയതാണ്. പക്ഷേ എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. അതാണ് കേട്ടോ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ എന്തായാലും എടുത്ത് വെച്ച വീഡിയോസും എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോസൊക്കെ ഞാൻ ഇടാം. പിന്നെ ഷോർട്സിനും ഒന്നും തന്നെ വ്യൂസും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ചാനൽ മോണിറ്റൈസ് ആയതാണ്. എങ്ങനെയെങ്കിലും കയറുകയാണെങ്കിൽ കയറട്ടെ, നമുക്കൊരു ഉപകാരമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഉപകാരം എന്നല്ല, ഉപകാരം തന്നെയാണ്. പിന്നെ വലിയ വലിയ യൂട്യൂബേഴ്സിനൊക്കെ നല്ല പൈസ ഒക്കെ ആയി. ഇനിയിപ്പോൾ നമുക്കും കുറച്ചൊക്കെ തരാം, പക്ഷെ അവർ തരില്ല കേട്ടോ. അങ്ങനെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം കിട്ടുന്ന പോലെ കിട്ടട്ടെ, അത്രേ ഉള്ളൂ. പിന്നെന്താ, ഷോർട്സ് ഇടുമ്പം ചില സമയത്ത് ഈ ഷോർട്സ് ഫീഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. ഷോർട്സ് ഫീഡ് കോപ്പിറൈറ്റ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ സ്ട്രൈക്ക് അങ്ങനത്തെ കിട്ടിയാൽ പെട്ടുപോകും കേട്ടോ. അപ്പം ഷോർട്സ് ഫീഡൊക്കെ കിട്ടുന്ന സമയത്ത് തീരെ വ്യൂസ് കുറഞ്ഞു പോകും. ഇപ്പം എനിക്ക് 2-3 വീഡിയോസിന് ഷോർട്സ് ഫീഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് തീരെ, ഇല്ലെങ്കിൽ ഒരു 1500 കിട്ടുന്നതായിരുന്നു. ഇപ്പോൾ 1500 കിട്ടുന്നില്ല, 100 കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ എന്തായാലും കിട്ടുന്നതൊക്കെ കിട്ടട്ടെ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ വീഡിയോസൊക്കെ ഇടാം. പിന്നെ ഇവിടെ കാക്കേൻ്റെയും കിളീൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത ദിവസം തന്നെ ഇടാം. പിന്നെ ഇവിടുത്തെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ ഇടാം. പക്ഷേ എപ്പോഴും ഇങ്ങനെ ക്ലിയർ കിട്ടണമെന്നില്ല, കാരണം അകത്ത് പോകുമ്പോൾ ലൈറ്റൊക്കെ കുറവായതുകൊണ്ട് തന്നെ ക്ലിയർ ഒന്നും കിട്ടില്ല. പുറത്തുള്ള കാര്യങ്ങളൊക്കെ നല്ല ക്ലിയറിൽ തന്നെ കിട്ടും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇഷ്ടംപോലെ ചെടികളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോസിൽ കാണിച്ചു തരാം, വേറൊരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ആദ്യമൊക്കെ ഇവിടെ ഈ ഒരു മണ്ണ് സുഖമില്ല, ഭയങ്കര കല്ലുള്ളൊരു മണ്ണാണ്. അതുകൊണ്ട് തന്നെ ചെടികളൊന്നും ആവില്ല കേട്ടോ. പിന്നെ നമ്മൾ നട്ട് ഈ ചെടികളൊക്കെ മയങ്ങി കുറച്ച് ചെടിയൊക്കെ പൂവൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ മമ്മി ഗൾഫിൽ പുറത്തേക്ക് പോയ സമയത്തൊന്നും ഇവിടെ തീരെ പൂവില്ലായിരുന്നു കേട്ടോ. പിന്നെ കുട്ടീനെയും ഒക്കെ എല്ലാം കൂടെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ പൂവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ മമ്മി ചെടി വന്ന് വെള്ളം ഒഴിച്ച് ചെടിയൊക്കെ നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇനി അടുത്ത ഇപ്പോൾ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോസൊക്കെ ഞാൻ ഇത് കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ ഇടുക. അപ്പോൾ എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കുഞ്ഞു വീഡിയോസാണ്, കാണാൻ പറ്റുന്നവർ കാണാൻ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു.